ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ക്യാബിൻ ക്രൂ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ. ആ ഒരു വീഡിയോയിൽ ഞാൻ ഒരാൾക്കുള്ള ഒരു റിപ്ലൈ കൊടുത്തു, ഒരു Q&Aന്റെ ഒരു റിപ്ലൈ കൊടുത്തു, അത്രേ ഉള്ളൂ. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു ക്യാബിൻ ക്രൂ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BMI എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ്, നിങ്ങളുടെ പ്രായത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ ഒരു സെർട്ടൈൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ലെവലിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. BMI നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഈ ഒരു BMI നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഐ തിങ്ക് ഇഫ് ഐം റൈറ്റ് 18 മുതൽ 23 വരെയാണ് ഹെൽത്തി ആയിട്ടുള്ള BMI ഉള്ളത്. സോ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. സെക്കൻഡായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാർസ്, അതുപോലെ തന്നെ ടാറ്റൂസ്. നിങ്ങൾ വിസിബിൾ ആയിട്ടുള്ള നിങ്ങളൊരു യൂണിഫോം ഇട്ടിട്ട്, ഒരു എയർലൈൻ്റെ ഉദാഹരണത്തിന് ഒരു എയർലൈൻ്റെ യൂണിഫോം ഇട്ടിട്ട് വിസിബിൾ ആയിട്ടുള്ള ഭാഗത്തേക്ക് നിങ്ങൾക്കൊരു ടാറ്റു അല്ലെങ്കിൽ നല്ല മുറിയുടെ പാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കുക വേണം. നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഭാഗത്തായിട്ട് ടാറ്റൂസ്, അതുപോലെ തന്നെ മുഖത്തൊരു സ്കാർ, മുറിയുടെ എന്തെങ്കിലും വലിയ പാട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ടാറ്റൂസ്, ഇതൊന്നും മിക്ക എയർലൈൻസും അവർ അലോ ചെയ്യുന്നില്ല. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ടാറ്റു അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെല്ലാം ഭാഗത്ത് ടാറ്റു അടിക്കണം അല്ലെങ്കിൽ അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കാർസ്, മുറിപ്പാട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തെങ്കിലും നല്ല ഡെർമറ്റോളജിസ്റ്റ്, നല്ല സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്ലുവൻസി, നിങ്ങളെ ലാംഗ്വേജ് ഫ്ലുവൻസി. നിങ്ങൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ, ഡൊമസ്റ്റിക് ആയിട്ട് ഒരു ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂക്കാണ് ഇഫ് സപ്പോസ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹിന്ദി ഫ്ലുവൻസി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസി, ഈ ഒരു രണ്ട് ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈവൻ നിങ്ങളൊരു ഇന്റർനാഷണൽ എയർലൈൻ ആണ് നോക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി, അത് റിട്ടേൺ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് അവർ നോക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നിങ്ങളൊരു ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാബിൻ ക്രൂ ആവണം. ഇതിന് ഒരു കാര്യത്തിൽ മെയിനായിട്ട് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോമൽ അട്ടയർ എന്ന് പറയുന്നത്. ഏതൊരു ഇൻ്റർവ്യൂക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൾ ടൈം നിങ്ങളുടെ ഗ്രൂമിംഗ്, നിങ്ങളുടെ ഒരു ഡ്രസ്സിങ്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ, ബാക്കി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ക്രീംസ്, ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ബോഡി നമ്മളെ തന്നെ സ്നേഹിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് എപ്പോഴും വേണം. അഡീഷണൽ ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊരു ഇൻ്റർവ്യൂക്ക് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് സപ്പോസ് നിങ്ങളൊരു ക്യാബിൻ ക്രൂ ആയി കഴിഞ്ഞു, അപ്പോൾ എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. സോ നിങ്ങൾ ഇൻ്റർവ്യൂക്ക് പോകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും, ഈവൻ ഇൻ ദ ഫ്യൂച്ചർ നിങ്ങളൊരു ക്യാബിൻ ക്രൂ ആയി കഴിഞ്ഞാൽ മേ ബി ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എല്ലാവരും ശ്രദ്ധിക്കും. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂക്ക് പോകുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ടൈം മുതൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മൾ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൂടെ ശ്രദ്ധിക്കണം. സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്ക് ഇറ്റ്സ് മീ ബാദ്ഷാ സൈനിങ് ഓഫ്.